എല്ലാവർക്കും PSC എഡിഡോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ രാത്രി ഇത്ര അടിയന്തരമായി ഒരു വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് 2024 ജൂലൈ 29, അതായത് ഇന്ന് PSC യോഗം ചേരുകയുണ്ടായി. കമ്മീഷൻ യോഗം ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് തീരുമാനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അത് പ്രസ് റിലീസായി പുറത്തിറക്കുകയും ചെയ്യുകയുണ്ടായി. അത് നിങ്ങളിലേക്ക് എത്തിക്കുക, അത് അടിയന്തരമായി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. ഇത്തരത്തിലേക്ക് അടിയന്തരമായി നിങ്ങൾക്ക് എത്തിക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത്, ഇന്ന് കുറച്ച് ഷോർട്ട് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പബ്ലിക് സർവീസ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ഷോർട്ട് ലിസ്റ്റുകൾ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങളുടെ അറിവിലേക്കായി പറയുന്നു, പോലീസ് വകുപ്പിൽ വിമൺ പോലീസ് കോൺസ്റ്റബിൾ NCA SCC, അതുപോലെ തന്നെ മുസ്ലിം കാറ്റഗറി, അത് കാറ്റഗറി നമ്പർ 732/2023, 733/2023. അതുപോലെ തന്നെയാണ് പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ മൗണ്ടഡ് പോലീസ് കാറ്റഗറി നമ്പർ 248/2023. ഈ തസ്തികകളുടെ എല്ലാം പ്രത്യേകത, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാറ്റഗറി നമ്പറുടെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ പരീക്ഷ നടന്നത് 2024 മെയ് 11-നാണ്. അതായത് വിമൺ CPOയോടൊപ്പം നടന്ന എക്സാമുകളാണിത്. ജനറൽ റിക്രൂട്ട്മെൻറ്റ്, PSCയുടെ ജനറൽ റിക്രൂട്ട്മെൻറ്റായ വിമൺ CPOയുടെ കൂടെയൊപ്പം നടന്ന എക്സാമുകളാണ് ഈ പറഞ്ഞ കാറ്റഗറി നമ്പറെല്ലാം. അതിൻ്റെ അർത്ഥം ഏതാണ്ട് വാല്യുവേഷൻ കംപ്ലീറ്റ് ആയി എന്ന് തന്നെയാണ്. വാല്യുവേഷൻ ഏതാണ്ട് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കാണ് PSC ഇത്തരത്തിലൊരു പത്രക്കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കാൻ സാധ്യത ഉള്ളത്. ഇപ്പം ഉടനടി തന്നെ നമുക്ക് WCPO പ്രസിദ്ധീകരിക്കാനുള്ള കമ്മീഷൻ തീരുമാനം ഉടനടി ഉണ്ടാവും. അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ചയോ ഉണ്ടാവും. അതിന് തുടർച്ചയായി CPO, പുരുഷ CPOയും പ്രസിദ്ധീകരിക്കേണ്ട സാഹചര്യം ഉണ്ടാവും, ഉറപ്പായും ഉണ്ടാവും. കാര്യം ഇതെല്ലാം സമാനമായിട്ടാണ് ഇതിൻ്റെ വാല്യുവേഷൻ നടക്കുന്നത്, സമാനമായിട്ടാണ് ഇതിൻ്റെ പ്രക്രിയകളെല്ലാം നടന്നു പോകുന്നത്. സ്വാഭാവികമായും അതിൻ്റെ സമാനമായി ഉള്ള തസ്തികകൾ പ്രസിദ്ധീകരിക്കാൻ PSC തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വരും ആഴ്ചകളിൽ ജനറൽ റിക്രൂട്ട്മെൻറ്റായ CPO, വിമൻ CPOയും ഉറപ്പായും പ്രസിദ്ധീകരിക്കാൻ കമ്മീഷൻ യോഗം ചേരുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ഷോർട്ട് ലിസ്റ്റ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് നിങ്ങളിലേക്ക് അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഉറപ്പായും ഫിസിക്കൽ പ്രാക്ടീസ് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടും എന്ന് നിങ്ങൾക്കൊരു ഉറച്ച ബോധ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഏകദേശ ധാരണ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഫിസിക്കൽ പ്രാക്ടീസ് തുടങ്ങുക. കാര്യം PSC ഫാസ്റ്റാണ്, കുറച്ചധികം ഫാസ്റ്റാണ്. പ്രത്യേകിച്ച് യൂണിഫോം ഫോഴ്സുകളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാറില്ല. കൃത്യമായും ഷോർട്ട് ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ് എന്നാണോ കാലാവധി തീരുന്നത്, തൊട്ടടുത്ത ദിവസം തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന രീതി ഈ പറഞ്ഞതുപോലെ യൂണിഫോംഡ് ഫോഴ്സിൻ്റെ കാര്യത്തിൽ PSC കാണിക്കാറുണ്ട്. എസ്പെഷ്യലി CPOയുടെ കാര്യത്തിൽ, വിമൺ CPOയുടെ കാര്യത്തിൽ അത് PSC കറക്റ്റായിട്ട് പാലിച്ചു പോകുന്നുണ്ട്. സ്വാഭാവികമായും റിസ്ക് എടുക്കേണ്ട സാഹചര്യമില്ല. അതുകൊണ്ട് ഉറപ്പായും ഫിസിക്കൽ പ്രാക്ടീസ് തുടങ്ങാത്തവർ ചെറുതായിട്ടെങ്കിലും ഓടി തുടങ്ങുക, ചെറുതായിട്ടെങ്കിലും വാമപ്പൊക്കെ തുടങ്ങി റെഡിയായി നിൽക്കുക. വരും ദിവസങ്ങളിൽ ജനറൽ റിക്രൂട്ട്മെൻറ്റും ഇതിനോടൊപ്പം കാണും. വിമൺ CPO ആയിരിക്കും ആദ്യം പ്രസിദ്ധീകരിക്കാൻ സാധ്യത ഉള്ളത് കമ്മീഷൻ യോഗ തീരുമാനപ്രകാരം. അതിനുശേഷം മെൻ CPOയും ഉണ്ടാവും. സ്വാഭാവികമായും ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി അടിയന്തരമായി ഫിസിക്കൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുവാനും നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. ഉറപ്പായും ഈ വീഡിയോ നിങ്ങൾക്ക് സഹായമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായും ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്താൽ ഉറപ്പായും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ കൈകളിലേക്ക് സുരക്ഷിതമായി എത്തുന്നതാണ്. അപ്പം അടുത്തൊരു അപ്ഡേറ്റുമായി എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താം. നന്ദി, നമസ്കാരം.